എന്തിനാ നീ നോക്കിക്കൊണ്ടിരിക്കുന്നത്? തുടങ്ങാമല്ലോ. അലിഖാൻ, ഇനി അമ്മയ്ക്ക് ഇവിടുന്ന് ആഹാരം കഴിക്കാം, ഇവിടെ തന്നെ താമസിക്കുകയും ചെയ്യാം. കൂടുതൽ ഞാൻ ആഹാരം കഴിച്ചല്ലോ. മനസ്സിലായില്ലേ നിങ്ങൾ ആരാന്ന്? ആരോട് ഒന്നും മിണ്ടരുതെന്നാ പറഞ്ഞിരിക്കണേ. അതുകൊണ്ടാണ് ഈ കുരുക്കിട്ട് ലോക്ക് ചെയ്തിരിക്കണേ. പിന്നെ അത് ഇവിടെ പോകാനത് ഇല്ല. എന്താ അന്വേഷിക്കണം സാറ്? അല്ല, എന്റെ ഒരു തോർത്തുണ്ട്. ഇതാ കുളിക്കാനല്ലേ? അതല്ല, കുളിക്കാൻ എനിക്കൊരു തോർത്തുണ്ട്. അത് ഞാനിവിടെ തൂക്കി ഇട്ടിരുന്നല്ലോ. അതോ? ഈ വീടിന്റെ വലിപ്പം ആ അമ്മയുടെ മുഖത്തിന്റെ ഐശ്വര്യം കണ്ട ആ തോർത്തെടുത്തോണ്ട് ആരെങ്കിലും കുളിക്കുമെന്ന് കരുതൂ. അതുകൊണ്ട് ഞാൻ അതെടുത്ത് നിലം തുടച്ച് കളഞ്ഞു. കളഞ്ഞോ? അതെ, ഇതാ നല്ല തോർത്ത്. കുളിക്കാനല്ലേ? ഇതുപോലെ. അതാരാ തീരുമാനിക്കേണ്ടത്? എപ്പ കുളിക്കണം, എങ്ങനെ കുളിക്കണം, എന്തെടുത്ത് കുളിക്കണം, അത് ഞാനാ തീരുമാനിക്കേണ്ടത്, നിങ്ങളല്ലാണോ? എന്റെ കുളി തൊലച്ചു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ, അതെ സാറുണ്ടല്ലോ. ആരാണ് നിങ്ങൾ? ആരാണെന്ന് പേര് പറയൂ. സാർ, ഒരു സ്ത്രീയാണ്. ആരാണെന്ന് ചോദിച്ചിട്ട് പേര് പറയുന്നില്ല. ഫോൺ വെച്ചു. ഹലോ, വിനയനിയർ. ആരാണ്? നിങ്ങൾ ആരാന്ന് പറയണം. പോലീസ് മുറിയിൽ ഇങ്ങനെ മയമില്ലാതെ ചോദിച്ചാ ആരെങ്കിലും ഉത്തരം പറയുമോ? എനിക്ക് ഇത്രയാമേ ഉള്ളൂ. ശരി, ഇനി ഞാൻ അതേപ്പറ്റി പരാതി പറയില്ല. സെന്റ് തോമസ് കോളേജിലല്ലേ പഠിച്ചത്? അതെ. അലക്കി തേച്ച മുണ്ടെടുത്ത് നെറ്റിയിൽ ചന്ദനക്കുറിയുമായി കോളേജിൽ വന്നിരുന്ന വിനയനെ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളെ എല്ലാവരും അന്ന് പട്ടരുന്നല്ലേ വിളിച്ചിരുന്നത്? അതെ. ഇതൊക്കെ എങ്ങനെ അറിയാം? നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ആരാണെന്ന് പറയാം. ഞാൻ ഇപ്പൊ വിളിച്ചത് ശല്യാണ്. ഏയ്, അങ്ങനൊന്നുമില്ല. ഭാര്യ അടുത്തുണ്ടോ? ഇല്ല, അവള് ബാത്റൂമില്ല. പിന്നെന്താ സംസാരിക്കാൻ ഒരു വലിവ്? ഭാര്യയ്ക്ക് വിനയൻ മറ്റാരോട് സംസാരിക്കുന്ന ഇഷ്ടല്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. കുട്ടികളൊന്നും ഇല്ല. എന്താ, ലേറ്റ് മാരേജ് ആണോ? ഏറ്റല്ല, ആദ്യം കുറച്ചേരം പ്ലാനിങ് ആയിരുന്നു. അടുത്ത കാലത്ത് 2 അബോർഷനായി. എന്നാ വയ്ക്കട്ടെ. എന്തിനാ അവനെ വിളിച്ചത്? വെറുതെ. പഠിക്കുന്ന കാലം തൊട്ടേ ഞാൻ വിനയനെ ശ്രദ്ധിച്ചിരുന്നു. എന്താ വിളിച്ചത് തെറ്റാണോ? ഏയ്, തെറ്റൊന്നുമില്ല. ഇനിയും വിളിച്ചാ ശല്യാവോ? അത് വിളിക്കുന്ന ആളിന്റെ ഇഷ്ടമല്ലേ. എപ്പ വിളിക്കുന്നതാ സൗകര്യം? അങ്ങനൊന്നുമില്ല.
9:30ക്കും 10:00 വിളിച്ച് എന്നെ തന്നെ കിട്ടും. അപ്പൊ ഭാര്യ അടുത്തുണ്ടാവില്ലേ? ഭാര്യ അടുത്തുണ്ടായോണ്ട് എന്താ കുഴപ്പം? നമ്മൾ പഴയ സുഹൃത്തുക്കളല്ലേ. ഞാൻ വിളിക്കുന്ന കാര്യം ഭാര്യ അറിയരുത്. അറിഞ്ഞാ പിന്നെ വിളിക്കില്ല. എല്ലാ കാര്യങ്ങളും ഭാര്യ അറിയണമെന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ വിളിക്കാം. നിങ്ങൾ പേര് പറഞ്ഞില്ലേ ദേവരെ? പേര് ഞാൻ നാളെ പറയാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അങ്ങനെ കസിൻ എന്ന് പറഞ്ഞാൽ കുട്ടിയെ കാണിക്കാൻ പറ്റില്ല. പിന്നെ കസനാന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കൂ. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, വളരെ അച്ചടക്കത്തോടെ നടത്തുന്ന ഹോസ്റ്റലാണിത്. അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റുമാണ്. അങ്ങനെ സ്ട്രിക്റ്റിന്റെ കാര്യമൊന്നും പറയണ്ട. ആ സമയത്ത് തന്നെ വന്നല്ലോ. നല്ല ആളാ. എന്നാ പിന്നെ നമുക്ക് ഒന്നിച്ചു വരാമായിരുന്നല്ലോ. സതിയുടെ കസിനാണെന്ന് പറയുന്നത് ശരിയാണോ? അതെ. ഐ ആം വെരി It's സോറി. all right. ഞാൻ കുട്ടി ഇപ്പൊ വിളിക്കാം. കസിനെ എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ടല്ലോ. മസാല ദോശ. ഒരുപാട് മസാല ദോശ കഴിച്ച കോളുണ്ടല്ലോ. എത്ര നാളായി തുടങ്ങിയിട്ട്? വരണം. ഞാൻ ചേട്ടനുമേ കണ്ട് എല്ലാം നേരിട്ട് വരെ ഇരിക്കായിരുന്നു. സതിക്ക് പറയാൻ ഭയങ്കര പേടിയാ. ഞങ്ങൾ മനസ്സുകൊണ്ട് എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു. പരസ്പരം ഇഷ്ടപ്പെടുന്നവർ ഒരുമിക്കണം. അല്ല, എന്താ പേരെന്ന് പറഞ്ഞത്? ഗിരീഷ്. ഇനിയും ഇത്തരത്തിലുള്ള മീറ്റിംഗിന് ശ്രമിക്കരുത്. നിങ്ങൾക്കോ സതിക്കോ അല്ല അതിന്റെ ക്ഷീണം. അവളെ പഠിപ്പിക്കുന്ന ചേട്ടനും പിന്നെ ഈ ഹോസ്റ്റലിനും. എന്നെ പറ്റി സതി ഒന്നും പറഞ്ഞിരുന്നില്ലേ? ഒന്നും പറഞ്ഞില്ല. പിന്നെങ്ങനെ മനസ്സിലായി? വക്കീലിനോടും ഡോക്ടറോടും ഒന്നും മറയ്ക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? ഞാൻ വേണ്ടത് ചെയ്യാം. താങ്ക് യു. കൊണ്ടുവാ. എത്ര നേരായി കാത്തു നിൽക്കുന്നു. ഒരു 5 രൂപ എടുത്തേ. വൈകുന്നേരത്തെ ആവശ്യത്തിന് വേണ്ടിയാ ഞാൻ ഈ മഹാപാപം ചെയ്യണത്. അല്ല, ഉടുപ്പി ഹോട്ടലിലും കൂടിയല്ലേ ഈ റേറ്റ്? ഇത് ഹോട്ടലല്ല, വീടാ. അവന്റെ വീട്. ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. സ്വന്തം വീട്ടിൽ നിന്ന് കാശ് കൊടുത്ത് ആഹാരം കഴിക്കേണ്ട ഒരു ഗതികേട് ഞാൻ ഇത് ആദ്യമായിട്ട് കാണാ. ഒരു 5 രൂപ താ. ഇങ്ങനെ ഒരു അമ്മാവനെ ഞാൻ ആദ്യമായിട്ട് കാണാ. അലിഖാൻ, ഓ ഇന്നത്തെ ഭക്ഷണം ഉണ്ടല്ലോ, അതെ തകർത്തിട്ടുണ്ട്. വീട്ടിൽ വെച്ച പോലുണ്ട്. അതെ, വീട്ടിൽ വെച്ച് തന്നെയാ. വീട്ടിലോ? ഇവിടുന്നല്ല, വീടിപ്പോ ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാ. അവിടെ ഈ ബാങ്കുകാർക്ക് ഭക്ഷണം വെക്കുന്നുണ്ടേ. സാറിപ്പം വീട് എന്ന് കേൾക്കുമ്പോഴേക്കും How are you? Hold on. എന്താ ഖാൻ സാബേ, പുറത്തായോ? ഖാൻ സാഹിബ് പുറത്താവില്ല, നിങ്ങൾ പുറത്താകാൻ നോക്കിയാ മതി. താനെന്താ ഒരുമാതിരി എണ്ണം കെട്ട വർത്താനം പറയുന്നത്? എരണം കെട്ട വർത്താനൊന്നുമല്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ കുടുംബം തകരാൻ പോവുക. എടോ 3 നേരം എന്റെ ചേട്ടന്റെ ചെലവിൽ ഭക്ഷണവും കഴിച്ച് ഈ ഷർട്ടും പാന്റും ടൈയും കോപ്പും ഒക്കെ കിട്ടിയ ഒരുമാതിരി മറ്റേ വർത്താനം പറഞ്ഞോണ്ടല്ലോ. അതൊക്കെ ശരിയാ. പക്ഷെ എനിക്കും ഒരു കുടുംബം ഉള്ളതാ. ഈ കുടുംബം തകരാൻ ഞാൻ ഒരിക്കലും കൂട്ടുവെക്കൂല. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു അവിഹിത ബന്ധം ചേട്ടൻ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. എടോ, എന്റെ ചേട്ടൻ ഒരു ബിസിനസ്സുകാരനാ. അപ്പൊ ചിലപ്പോ ഒഫീഷ്യലായിട്ട് പല പെണ്ണുങ്ങളുമായിട്ട് ഇടപെടേണ്ടി വരും. അത് കിടത്തി ഇയാളൊരു മതി. ചിരിക്കണ്ട ചിരിക്കണ്ട, ഇതല്ല. പിന്നെ എന്താന്ന് വെച്ചാ പറഞ്ഞ് തൊലക്കടോ. ഒരു സ്ത്രീ ദിവസവും രാത്രി നിങ്ങൾ ഉറങ്ങിക്കഴിയുമ്പോ പതിവായിട്ട് ഫോൺ ചെയ്യാന്ന് വെച്ചാൽ, അതും എത്ര തന്നെ പേര് വെച്ചാലും പറയൂല. ഈ കോള് വരുന്ന സമയത്ത് എന്നെ പിടിച്ച് പുറത്ത് കാക്കുകയും ചെയ്യും. അതിന്റെ കളി എന്താ? അതോ ആ കോള് വരുന്ന രംഗം ഒന്ന് കാണണ്ടേ തന്നെയാണ്. ഇങ്ങനെ കൗന്നെടുത്തിട്ടും മലന്നെടുത്തിട്ടും 2 കാലും മേലോട്ടാക്കിയിട്ടും ഈ കോളേജ് പിള്ളേർ കൊഞ്ചിനെ കൂട്ടാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നല്ല മഴയുള്ള ശബ്ദമാണല്ലോ. അതെ, എന്റെ ഈ ഒരു ശബ്ദം ഫോണിൽ കേട്ടിട്ട് മയമുണ്ടെന്ന് ആദ്യം പറഞ്ഞത് നിങ്ങളാ. ഞാനത് വിശ്വസിക്കില്ല. ഞാനെന്നല്ല, അല്പമെങ്കിലും സൗന്ദര്യബോധമുള്ള ഒരു സ്ത്രീക്കും അങ്ങനെ തോന്നില്ല. സത്യമാണേ പറയുന്നത്. ഭാര്യയും പറഞ്ഞിട്ടില്ല. ഭാര്യയായിട്ട് ഫോണിൽ സംസാരിക്കേണ്ട ആവശ്യം സാധാരണ വരാറില്ലല്ലോ. ഞാനിങ്ങനെ
എന്റെ ഭാര്യ വളരെ ഫ്രാങ്ക, ബ്രോഡ് മൈൻഡഡ്. സഫാരി ഇഷ്ടാണല്ലേ? എന്താ അല്ല, വിനയ ഷോർട്ടായാലും നല്ല ചേർച്ചയാ. ഇപ്പൊ എന്താ ഇട്ടിരിക്കുന്നത്? ഇപ്പൊ ഇട്ടിരിക്കുന്നത് ഒരു ജുബ്ബ. ആ, ജുബയും ചേരും. എന്റെ കുസൃതി ചോദ്യങ്ങൾ കേട്ട് ദേഷ്യം തോന്നില്ലേ? ഹേയ്, എനിക്ക് ഇത്തരം ചോദ്യങ്ങൾ വളരെ ഇഷ്ടമാണ്. ഭാര്യ ഇങ്ങനൊന്നും പറയാറില്ല. അത് എന്റെ വൈഫ് MA LLB വളരെ സീരിയസാ. പക്ഷെ സ്നേഹമൊക്കെ മനസ്സിനകത്തുണ്ട്, പുറത്ത് കാണിക്കാറില്ല. ഹലോ, ഇനി പേര് പറഞ്ഞില്ലല്ലോ. പറയാന്നേ, വിനയന്റെ പെങ്ങൾ സുന്ദരിയാണല്ലേ? അവളെ എങ്ങനെ അറിയാം? എന്റെ ചേച്ചിയുടെ മോളുടെ കൂടെയാ പഠിക്കുന്നത്. അവൾ പറഞ്ഞറിയാം. പഠിക്കാൻ നല്ല ബ്രൈറ്റ് അല്ലേ? അതെ. എന്തിനും ക്ലാസ്സിൽ ഫസ്റ്റ് ആണെന്ന് അവൾ പറഞ്ഞു. അവക്ക് പഠിത്തമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ മനസ്സിൽ. ഒരു സിനിമ. അമ്മച്ചി, ഇതേ ഫോൺ വന്നിരിക്കുന്നു. സാറ് 2 മണിക്കൂർ കഴിഞ്ഞാൽ വരുള്ളൂ. സംശയം ഉണ്ടോ ഒന്ന് എടുത്തു പോയിക്കോളൂ. ആരാ? മിസ്റ്റർ കുറുപ്പിനെ വേണമായിരുന്നു. കുറുപ്പിനെ വേണോന്ന് പറയാൻ നിങ്ങൾ ആരാ? ആദ്യം അത് പറ. എന്നോട് വിളിക്കാൻ പറഞ്ഞിട്ടാ ഞാൻ വിളിച്ചത്. ആ, ഇപ്പൊ ഇവിടെ ഇല്ല. ഇനി ഉണ്ടെങ്കിലും വിളിക്കാൻ സൗകര്യപ്പെടുകയല്ല. മേലാൽ ഇവിടെ വിളിക്കരുത്. അവനേ ഒരു ഭാര്യയുള്ളതാ. ഹലോ, നിനക്കെന്തോ പ്രായം വരും? പ്രായം പറഞ്ഞാൽ എന്താ രോഗം എന്ന് പറയാം. നിങ്ങളെ കെട്ടിച്ചയക്കാൻ വീട്ടിൽ ബന്ധപ്പെട്ടവർക്കാർക്കും താല്പര്യമില്ലെങ്കിൽ അഡ്രസ് തന്നാ ഞാൻ തന്നെ അവരോട് ഒന്ന് വിവരം പറയാം. മേലാൽ ഈ വീട്ടിലോട്ട് വിളിച്ച് ഇവിടുത്തെ മനസ്സമാധാനം കളയരുത്. ഗുഡ് നൈറ്റ്. നിങ്ങളുടെ സ്വഭാവം സഹിക്ക വയ്യാതെയാണ് നിങ്ങളുടെ ഭാര്യ പിണങ്ങിപ്പോയതെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? ഇല്ല, എന്നെ മനസ്സിലാക്കാത്തോണ്ടാണ്. നിങ്ങൾ ഭാര്യയെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ എന്തൊക്കെ പിടിവാശി പിടിച്ചാലും ഒടുവിൽ അവൾ പറയുന്നത് അനുസരിക്കാറേ ഉള്ളൂ. പലപ്പോഴും അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറുന്ന ഒരു പാവയാണ് ഞാനെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിരിക്കട്ടെ, ഭാര്യ ഇല്ലാത്തൊരു ചുറ്റുപാടിൽ നിങ്ങളെ ഒരു സ്ത്രീ പതിവായി ഫോൺ ചെയ്യുന്നത് ശരിയാണോ? ആ, അതെ. അവരോട് ചിരിച്ചും മതിമറന്നും സംസാരിക്കുന്നതിൽ നിങ്ങൾക്കൊരു കുറ്റബോധമില്ലേ? ഇല്ല, എന്റെ വീട്ടിൽ ആരും എന്നോട് സംസാരിക്കുന്നില്ല. അങ്ങനെയുള്ള ചുറ്റുപാടിൽ എനിക്ക് സംസാരിക്കാനുള്ള ഒരു പഴുത ടെലിഫോൺ കോൾ മാത്രമാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ എന്നോട് സൗമ്യമായിട്ട് സംസാരിക്കുന്നു, ഞാൻ തിരിച്ചു. എന്റെ ഭാര്യ അടുത്തുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഫോൺ കോൾ വരില്ലായിരുന്നു, ഞാൻ സംസാരിക്കില്ലായിരുന്നു. നിങ്ങൾ ടൂറിന് പോകുമ്പോൾ നിങ്ങളുടെ ഭാര്യയാണ് ഒരു അന്യ പുരുഷനോട് ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും? നാണം കെട്ടണം. ലോകത്ത് പലരും കണ്ടിട്ടുണ്ട്. പെറ്റ തള്ളരും സകലരും വെറുപ്പിച്ചിട്ട് ഒറ്റക്ക് മുറിക്കകത്ത് കയറി സൂക്ക ഉണ്ടായിരുന്ന ഭാര്യനെ ഒഴിവാക്കി കോട്ടും കയ്യും കെട്ടി നടന്നിട്ടെന്താ അലവലാതി. ഇല്ല, ഒരു ദിവസം ഞാൻ വെച്ചിട്ടുണ്ട്. തിന്നണ ചോറ്റ് കുഴച്ച് ഞാൻ ചാമ്പിയിട്ടില്ല. ചോദിക്കാനും പറയാൻ ആളില്ലാന്ന് വിചാരിച്ചോ? എന്താടാ, അലിഖാന്റെ തനിനിറം കണ്ടിട്ടില്ല. ആ, മോളെ, നീ ഇനിയും ഭക്ഷണം കഴിച്ചു തീർന്നില്ലേ? സാർ കഴിക്കണം സാർ. ഒരു ദിവസം ഞാൻ വെച്ചിട്ടുണ്ട്. തിന്നണ ചോറ്റ് കുഴച്ച് ഞാൻ ചാമ്പിയിട്ടില്ല. അലവലാതി. ഇത് കഴിച്ചോളൂ. അല്ല, വേണ്ട സാർ, വേണ്ട. ഞാൻ പിന്നെ കഴിച്ചോളാം. അങ്ങനല്ലത്, ഇത് സന്തോഷം കൊണ്ടാ. ഇനി മുതൽ എന്നും അങ്ങോട്ട് നിങ്ങളൊരു ഉരുള കഴിച്ച ശേഷമേ ഞാൻ കഴിക്കൂ. ജീവിതത്തിൽ ഇന്ന് വരെ ആർക്കും എന്നോട് ഇത്ര സ്നേഹം തോന്നിയിട്ടില്ല സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ കുടുംബം തൊലച്ചിട്ടേ പോവൂ എന്നുള്ള നിർബന്ധം വല്ലതും ഉണ്ടോ? വർഷങ്ങളായിട്ട് നിങ്ങളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവർ പറയുന്നു. എടോ, ഒരു കുടുംബം ആവുമ്പോ പല പ്രശ്നങ്ങളുണ്ടാവും. പുറത്തുനിന്ന് താനൊരുത്തം വന്ന് വലങ്കയായി നിൽക്കുന്നുണ്ടാ അവന് ഈ വാശി. എനിക്കതിന് വാശിയില്ലല്ലോ. ഞാൻ അങ്ങേരുടെ ശമ്പളക്കാരൻ മാത്രം. അങ്ങേര് പറയുന്ന ജോലി ഞാൻ ചെയ്യുന്നു. എന്ത് ജോലിയാണ് താൻ ചെയ്യുന്നത്? പിന്നെ നിങ്ങളാണ് അങ്ങേരുടെ ജോലിയാണ്. രാവിലെ ബെഡ്റൂമിൽ ചെന്ന് വിളിച്ചോണ്ടിട്ട് ബെഡ് കാഫി കൊടുക്കണം. ബ്രഷ്, പേസ്റ്റ്, ടങ് ക്ലീനർ, പേസ്റ്റ് ബ്രഷ് തേച്ചു കൊടുക്കണം. ഓ, അതുകൊണ്ടായിരിക്കും അവൻ ഉണ്ണുന്നതിന് മുമ്പ് ഉരുള ഉരുട്ടി തരുന്നത്. അതോ, ഞാൻ എവിടെ ആരായിട്ട് സഹകരിച്ചാലും അങ്ങനെയൊക്കെ തന്നെയാ.
ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, താൻ വരുന്നതിന് മുമ്പ് ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്തിരുന്ന ആരാന്നറിയൂ? അവന്റെ ഭാര്യ. ഒരു ഭാര്യ എന്ന എല്ലാ പണിയും തനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഭാര്യ? ഇത് അപകടം പിടിച്ച പോക്കാന്ന് ഓർത്തോളണം. അലിഖാൻ എവിടെ പോകുന്നു? ഞാൻ കിടക്കാൻ പോവാ. അതിന് പുറത്തെങ്ങോട്ട് പോകുന്നു? ഇനി പുറത്താണ് നല്ലത്. അലിഖാൻ ഇങ്ങോട്ട് കിടക്കൂ. എനിക്കത് വിഷമമൊന്നുമില്ല. പക്ഷെ എനിക്ക് വിഷമമുണ്ട് സാർ. എടോ, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞേക്കാം. അത് പേടിയൊന്നുമല്ല. കുട്ടിക്കാലം മുതലേ ഞാൻ ഒറ്റയ്ക്ക് ഒരു മുറി കിടന്ന് ശീലിച്ചിട്ടില്ല. അതുകൊണ്ടാണ് തന്നോടൊന്ന് കിടക്കാൻ പറയുന്നത്. ഞാൻ പറയുന്നതുകൊണ്ട് സാറിന് വിഷമം തോന്നരുത്. സാറിന്റെ കൂടെ രാത്രി മുറിക്കകത്ത് കിടക്കാൻ ഈ ലോകത്ത് ഒരാൾക്ക് മാത്രമേ അർഹതയുള്ളൂ. അത് സാറിന്റെ ഭാര്യക്കാണ്. സാർ ഇനി എന്ത് വേണമെങ്കിലും തീരുമാനിച്ചു. തനിക്കിപ്പോ ഇവിടെ എന്തിന്റെ കുറവാ ഉള്ളത്? എല്ലാം കൂടുതലാ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പോണേ. എടോ, തനിക്ക് ജന്മത്ത് കഴിയോടോ ഇങ്ങനൊരു വേഷം ഇടാൻ? ചുമ്മാതല്ലടോ അട്ടയെ പിടിച്ച് മറ്റേ കിടത്തരുത്. സാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഒരു വീട്ടിൽ ആൾക്കാരിങ്ങനെ പരസ്പരം തല്ലി നശിക്കുന്ന ചുറ്റുപാടിൽ ജീവിക്കാൻ എനിക്ക് പ്രയാസമാണ്. അതെന്റെ വീട്ടുകാരാ, താൻ അറിയേണ്ട ആവശ്യമില്ല. സാറിന്റെ അമ്മ കരയുന്ന കാണുമ്പോ എനിക്ക് എന്റെ അമ്മ കരയുന്ന മാതിരിയാ തോന്നണേ. സാറ് തരാമെന്ന് പറഞ്ഞ കാശിന് ആ കണ്ണീർ കണ്ടിട്ട് ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. സ്വന്തം അനുജനെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കാൻ മടി കാണിക്കുന്ന നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കേ? ശബ്ദിച്ചു പോരുത്. അത് നിങ്ങളെ കെട്ടിയോളോട് പറയണം. എനിക്ക് ശബ്ദിക്കാം. നിങ്ങൾ തന്നെ കാശ് വേണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ. പിന്നെ ഈ വേഷം, നിങ്ങൾക്ക് വേണ്ടി കുറെ കാലമായി ഞാൻ ഈ നായ്ക്കോലം കെട്ടുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം വേഷം എനിക്ക് ചേരൂലെന്ന്. ഞങ്ങളുടെ നാട്ടിൽ ഇതൊന്നും കെട്ടല്ല. പിന്നെ കെട്ടലുണ്ട്, അത് ഈ കഴുത്തിലല്ല. ഇതാ കെട്ടുന്ന നിങ്ങളെ കോപ്പ്. താൻ ആരോടാ സംസാരിക്കണമെന്നറിയാം? നന്നായിട്ട് അറിയാം. ഈ കാണുന്ന കുന്തും കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുള്ള മഹാനോട്. സാറേ, ഇത് വല്ല കാര്യമൊന്നുമല്ല. കുറച്ച് കാശുണ്ടെങ്കിൽ ഇത് കൂടുതൽ ഞാൻ വാങ്ങിത്തരാം. ഓരോരുത്തരും അവരവർ വലിയവരാണെന്നാ ചിന്തിക്കുന്നത്. കുടുംബത്തിന്റെ കാര്യമാകുമ്പോ ഒന്നിച്ച് നിൽക്കണം. എന്റെ അനിയനാ പോലീസ് സ്റ്റേഷനിൽ കിടന്നത്. കിടക്കട്ടെ എന്ന് കരുതി ഇറക്കായിരുന്നത്. ഉടനെ ഏട്ടത്തിയമ്മ ഉണ്ടല്ലോ. നിങ്ങളെന്താ മിണ്ടാ നിൽക്കുന്ന വടി പോലെ? ഇനി ഞാൻ മിണ്ടുന്നില്ല. ഓടപ്പറന്നുള്ള കത്ത് തന്നിട്ട് പോയി, അത് തരാനാ ഞാൻ കാത്തു നിന്ന്. ഒരു നിലവിളക്കും നെറ്റിയിൽ തൊടാൻ അല്പം ഭസ്മവും ഉണ്ടെങ്കിൽ ഈ അമ്മയ്ക്ക് തൃപ്തിയായി. പിന്നെ അല്പം മനസമാധാനം. അതുള്ളിടത്ത് ഈ അമ്മ ജീവിച്ചുകൊള്ളാം. നീ അമ്മയെ പറ്റി അന്വേഷിക്കുകയോ ഓർത്ത് വിഷമിക്കുകയോ വേണ്ട. ഇത്രയും കാലം കഷ്ടപ്പെട്ട എനിക്ക് ഇത് തന്നെ കിട്ടണം. എന്നെ തോപ്പിക്കാൻ ശ്രമിക്കുക. എനിക്കറിയാം അമ്മ ശാന്തന്റെ വീട്ടിൽ പോയിരിക്കുക. അതിന്റെ പേരിൽ ഞാൻ ആ വീട്ടിൽ പോവുമല്ലോ. അമ്മയോടുള്ള എന്റെ സ്നേഹം വെച്ച് എന്നെ ആരും മുതലാക്കാൻ ശ്രമിക്കണ്ട. ഞാൻ ആ വീട്ടിൽ പോകാനും പോകുന്നില്ല. പോകുന്നവരെല്ലാം പോട്ടെ. ഞാനും പോവാണ്. ഇനി എനിക്ക് എന്താ അവിടെ സ്ഥാനമുള്ളത്? ഓടപ്പറന്നുള്ളതിന്റെ പേരിലാ എനിക്കൊരു അമ്മാവൻ സ്ഥാനം കിട്ടിയത്. ആ സ്ഥാനത്തിന്റെ പേരിലാ ഇത്രയും നാൾ ഞാൻ അവിടെ ജീവിച്ചു പോകുന്നത്. ഇനി ഇവിടെ കഴിയാൻ ബുദ്ധിമുട്ടാ. ഞാൻ പോകുന്ന ഒറ്റയ്ക്കുമല്ല. രാജമ്മേ, എല്ലാരും കൂടി ഒരുമിച്ച് എന്നെ തോപ്പിക്കാറങ്ങിയിരിക്കാണല്ലേ? ഇവിടെ ആർക്കും ആരും തോൽപ്പിക്കണമെന്നില്ല. ജീവിച്ചാ മതി. എനിക്കിനി ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അവൾക്കും ജീവിതത്തിൽ ആരുമില്ല. അതുകൊണ്ട് ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചു. എന്തിനും പണ്ടേ നിങ്ങൾക്കുണ്ടല്ലോ ഒരു ന്യായീകരണം. എങ്കിലും ഈ പ്രായത്തിൽ നാട്ടുകാരെന്ത് ചിന്തിക്കും നോക്കണ്ടേ? നാട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് വേണ്ടിയാ. നിന്റെ കണ്ണടക്കൂടെ നീ നോക്കുമ്പോ ഞങ്ങൾ ഒന്നിക്കുന്നത് മധുവിന് വേണ്ടിയാണ് തോന്നും. വയസ്സ് 56 നാളെ ഈ ചന്തിയിലൊരു കുരു വന്നാൽ ആര് നോക്കൂടാ? നീ നോക്കൂ. അപ്പൊ അങ്ങനെ ഒരു അർത്ഥമുണ്ട് ഈ ബന്ധത്തിന്. ഇറങ്ങി പാടി.